ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഫ്ലവർ ചെയ്യുന്ന ചെടികളാണ് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ കമാൻ വീഡിയോയിലേക്ക് പോകാം. ഇത് ഒരു 3 ടൈപ്പ് ചെത്തി നിൽക്കുന്നുണ്ട്. അതിലൊരെണ്ണമാണിത്, ഒരു യെല്ലോ. പിന്നെ ഇതൊക്കെ കാട്ടിലുണ്ടാകുന്ന ഏതോ ഒരു ഫ്ലവറാണ്. എൻ്റെ പേരൊന്നും ചോദിക്കരുത്. ഇതിൽ കാണുന്ന ഒരു സാധനത്തിൻ്റെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യരുത്, എനിക്കറിയത്തേയില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഇത് കോഴിപ്പൂന്ന് ആക്ച്വലി അത് ഭയങ്കര എന്താ പറയുക, ശോകം അടിച്ച് നിൽക്കുക. ഇതിന് ഒന്നാമത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട്, നല്ല ഗ്രീനറി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉള്ളിൽ 2-3 ടൈപ്പ് ചെമ്പരത്തി ഉണ്ട്. ഈ ചെമ്പരത്തി ഞാൻ എവിടെ നിന്നോ ഒടിച്ച് കട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, എവിടെ നിന്നോ കൊണ്ട് കൊടുത്തതാണ് അമ്മയ്ക്ക്. പിന്നെ ഈ വെറൈറ്റി, ഈ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ ചെയ്യാറുണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഈ സാധനം കണ്ടിട്ടില്ലേ, നമ്മൾ മറ്റേ ചോരയായിട്ട് ഇങ്ങനെ കുഞ്ഞായിരുന്നപ്പോൾ നെസ്റ്റു. പിന്നെ ഇതിൻ്റെ ഒരു 2 കളറുണ്ട്, ഒരു പിങ്കും പിന്നെ ഒരു റെഡും ഉണ്ട് നമ്മുടെ അടുത്ത്. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ഇതിൻ്റെയൊക്കെ സെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ കുറേ ചെടികളൊക്കെ വെള്ളയിലുണ്ട് കളക്ട് ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ ചെത്തിയുടെ 2-3 വെറൈറ്റി ഉണ്ടെന്ന്, അത് കണ്ടോ, ഒരു പിങ്ക് കളറും പിന്നെ ഒരു റെഡ് കളറും. എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് നിറച്ച് താമരകളാട്ടോ. അമ്മയ്ക്ക് താമരയുടെ കൃഷിയുണ്ട്. പിന്നെ പുള്ളിക്കാരി ഇതിലൊക്കെ ഭയങ്കര എന്താ പറയുക, ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യുന്ന പറയുന്നത്. അപ്പം ഇതെല്ലാം മൊത്തത്തിൽ കാട് പിടിച്ച് നിൽക്കാനുള്ള കാരണം അറിയാമല്ലോ, ഇപ്പം നല്ല മഴയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് പക്ഷേ എല്ലാത്തിലും ഫ്ലേവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചെടുത്താണ്. ഞാൻ പറഞ്ഞില്ലേ താമര കൃഷി ഉണ്ടെന്ന്. ഇതിൻ്റെയൊക്കെ ഡോർമെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറിച്ച് നട്ട് പിന്നെ ഫ്ലവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇതൊരു ദിവസം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. കുറേ വെറൈറ്റി ഉണ്ട് അമ്മയുടെ അടുത്ത്, ഗ്രീൻ ആപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല, അമ്മേനോട് ചോദിച്ചിട്ട് ഒരു ദിവസം ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ ഫ്രണ്ട് നിറച്ച് ഇതുപോലെ ടബിൽ നിറച്ച് താമരകളാണ് ഇരിക്കുന്നത്. എൻ്റെ വണ്ടി വെക്കാൻ പോലും. പിന്നെ എനിക്ക് ഫ്ലവേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ റോസാണ്. എല്ലാവർക്കും റോസ് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. യെല്ലോ റോസ് എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി അമ്മയ്ക്ക് പിടിപ്പിക്കുക എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് റോസുകളാണ്. എനിക്ക് അറിയാൻ പാടില്ല, ഒരു 1 ടൈമൊക്കെ നമ്മളൊരു 350 രൂപ 500 രൂപയ്ക്കൊക്കെ വരെ റോസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളതിൽ എന്തും ഇടാൻ തയ്യാറാണ്, എന്നാൽ പോലും അത് മര്യാദക്ക് വന്ന് കാണാറില്ല. പക്ഷേ കുറച്ചൊക്കെ നന്നായിട്ട് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് റോസസ് ഇതൊക്കെയാണ്. ഈ വെറൈറ്റി ഇപ്പോൾ ഒരു നാടൻ കാണുന്ന ഈ സാധനം എൻ്റെ അമ്മ ഏതോ കല്യാണം വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ട് എപ്പോഴും ഫ്ലേവർ ചെയ്യുമായിരുന്നു. ഇതൊക്കെ ഒരു എന്താ പറയുക, ഇടയ്ക്കൊക്കെ ഫ്ലേവർ ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും ആ പിങ്ക് കളർ ഭയങ്കരമായിട്ട് ഫ്ലേവർ ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ കോഴിപ്പൂ കുറച്ച് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് ജമന്തി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ കിങ് ആൻഡ് ക്യൂനായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റത്തിന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് നല്ല സ്മെല്ലാണ്. രാത്രിയൊക്കെ വിരിയുമ്പോൾ കണ്ടു നിൽക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തിട്ട്. പക്ഷേ ഇത് രാത്രി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ വീട്ടിൽ ഓർക്കിഡിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, പക്ഷേ ഫ്ലവർ ചെയ്തിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഇതൊക്കെ എപ്പോഴെങ്കിലും ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കാണിച്ചു തരാം. വേറെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഫ്ലേവർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടില്ല. ഈ ജമന്തി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓണത്തിൻ്റെ സമയത്ത് ഇതൊക്കെ കൂടുതലുണ്ടാകുന്നതാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഇടയിലൊരു മുക്കറ്റി കുഞ്ഞൻ അടിപൊളിയായിട്ടുണ്ട്. ഈ മഞ്ഞ ഫ്ലവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇത് എന്താ പറയുക, ചൈനീസ് റോസ് എന്നോ അങ്ങനെയൊക്കെ പറയുന്നൊരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് ഇതിലുണ്ട് കേട്ടോ. പക്ഷേ ഈ മഴ വന്നതിന് ശേഷം എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഡൗൺ ആയിട്ട് നിൽക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ഫ്ലവേഴ്സ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.